ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു പുതിയ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. കുറച്ചധികം OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടത് ക്വിക്ക് ആൻഡ് ഷോർട്ട് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. മലയാളം, ഹോളിവുഡ്, തെലുങ്ക്, അങ്ങ് കൊറിയ, ഇവിടുന്നൊക്കെയാണുള്ള OTT അപ്ഡേറ്റ്സുകളാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയാൻ വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് തുടങ്ങാം. മോളിവുഡ് ടൈംസ് നസ്ലിൻ നായകനായിട്ട് വരുന്ന ഒരു ഷോബിസ് ഡ്രാമ കോമഡി. അഭിനവ് സുന്ദർ നായക് ആഫ്റ്റർ മുകുന്ദനുണി അസോസിയേഷന് ശേഷം പുള്ളി റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് വന്ന പുതിയ പടമാണ് മോളിവുഡ് ടൈംസ്. ഇത് ആക്ച്വലി ഒരു ഫിലിം മേക്കറിന്റെ ഡ്രീം, അല്ലെങ്കിൽ പുള്ളി ഒരു ഫിലിം മേക്കർ ആകണം എന്നൊക്കെ ഉള്ള ഒരാളുടെ ജേർണി കാണിച്ചിരുന്ന പടമാണ്. പുള്ളി ഇൻഡസ്ട്രിയിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, മലയാള ഇൻഡസ്ട്രിയിൽ ഒരു നല്ലൊരു ഹൊറർ ഫിലിം മേക്കർ ആകണം എന്നുള്ള രീതിക്ക് വരുന്ന ഒരാളുടെ സ്റ്റോറിയും കാര്യങ്ങളും, അയാൾ ഈ ജേർണിയിൽ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു പടമാണ്. കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക. ഇൻ കേസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും 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 കാണുക. ദെൻ അടുത്തതായിട്ട് വന്നേക്കുന്ന പടം എൻ്റെ മോനെ ചെറിയ ബഡ്ജറ്റിൽ വന്ന് ഭയങ്കര വലിയ ബഡ്ജറ്റ് കളക്ഷൻ നേടിപ്പോയ ഒരു കുഞ്ഞു പടമാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂറുള്ളൊരു പടമാണ്. സീരിയസ്ലി ഞാൻ പറയുക, ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു ആഗ്രഹം ഇങ്ങനത്തെ പറഞ്ഞുകൊണ്ട് സാധനം പൊട്ടിക്കുകയോ നടുകയോ ഒട്ടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സാധനം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒബ്സഷൻ മൂവിയെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. ഡാർക്ക് റൊമാൻസ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹൊറർ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലർ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ, ഇങ്ങനെ എല്ലാ ജോണറിലൂടെയും പോകുന്ന ഒരു കിടുക്കനൊരു പടം. എൻ്റെ മോനെ സീരിയസ്ലി ഒരു വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇങ്ങനെയൊക്കെ കുരിശുകൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് ജസ്റ്റ് കണ്ടു നോക്കുക. ഒരു പയ്യനും ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടി വേറെ ആരെക്കാട്ടിലും ഇവനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഈ ഒരു വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് ഓടിക്കും. അത് കഴിയുമ്പോൾ തൊട്ട് എൻ്റെ പൊന്നടവേ അവൻ്റെ കഷ്ടകാലം തുടങ്ങുക. അങ്ങനെ കുറച്ച് ജേർണി കാണിച്ചു തരുന്ന ഒരു നല്ലൊരു പടമാണ്. കറി പാർക്കറോ ഓക്കെ, കറി ബാർക്കർ എന്ന് പറയുന്ന ആളാണ് ഇത്. പുള്ളിയാണ് ഈ പടം റൈറ്റ് ചെയ്തതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. അടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ തെലുങ്കിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി ഒരു കോമഡി ഡ്രാമ സീരീസ് ആണ്. നിങ്ങൾക്കൊരു കോമഡി ഡ്രാമ സീരീസ് ഒക്കെ കാണാനുള്ള ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചധികം മൂഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദി സീരീസ്. സൂപ്പർ സുബു എന്നാണ് പേര്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടു നോക്കാവുന്നതാണ്. നൈസാണ്, കുഴപ്പമില്ല. എനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു. അടുത്തത് നമുക്ക് ഹോളിവുഡിലേക്ക് പോകാം. എൻ്റെ മോനെ ശരിക്കും വണ്ടർ അടിച്ചായിരുന്നു ഇത് ഭയങ്കരമായിട്ട്. ഇത് ആക്ച്വലി ഒരു സൈഫൈ മൂവിയാണ്, ഒരു അഡ്വഞ്ചർ എപ്പിക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് കോമഡിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് അഡ്വഞ്ചർ നിറഞ്ഞൊരു മൂവിയാണ്. സംഭവം കിടുക്കനാണ്. ഇതിനകത്ത് പല വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കിടുവാണ്. പ്രോജക്റ്റ് ഹെയിൽ മേരി എൻ്റെ മോനെ കിടുക്ക. എനിക്ക് ഫസ്റ്റ് കുറേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി ഇതെന്താ സാധനം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടില്ലായിരുന്നു. ബട്ട് കണ്ട് വന്നപ്പോഴത്തേക്ക് യെസ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ റീലുകളിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടതാണ്. SKC ഏജന്റ് കിം റീആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു സീരീസ്. ടോട്ടലി 4 എപ്പിസോഡ്സ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫൈറ്റ് വരുന്നത്. സെക്കൻഡ് എപ്പിസോഡ് ഈസ് ഓക്കെ. ഞാൻ കുറച്ചധികം ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. കറൻ്റ്ലി ഇത്രയാണ് റീസെൻ്റ്ലി ഉള്ള ചെറിയ OTT അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും. ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും വേറൊരു OTT അപ്ഡേറ്റ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.